നമസ്കാരം. ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒട്ടും പ്ലാൻ ചെയ്ത കാര്യമല്ല. കുറച്ച് ലെങ്തി ആയിരിക്കും. ഇതൊരു വാണിംഗ് ആണ് എന്നെ അറിയാവുന്നവർക്ക്. ഞാൻ റേഡിയോ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അതൊരു നീണ്ട യാത്രയായിരുന്നു. 18 കൊല്ലത്തെ യാത്ര. ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്തിച്ചേർന്നതാണ്. 18 കൊല്ലം മുമ്പ് ഈ കരിയർ തുടങ്ങുമ്പോൾ FM റേഡിയോസ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. വരികയാണ്. അപ്പം റേഡിയോ ജോക്കി എന്ന് പറയുന്നൊരു സ്ഥാനപ്പേരും നമുക്ക് കേട്ട് ശീലമുണ്ടായിരുന്നില്ല. അതിൽ എന്തൊക്കെ ചെയ്യും, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന്. ഒരു റേഡിയോ ജോക്കി ജീവിതത്തിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെയൊക്കെ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. ഇന്നിപ്പോൾ ഇത്തിരി ഭേദപ്പെട്ടിട്ടുണ്ട്. ഒന്നും പ്രതീക്ഷിച്ച് വന്നതല്ല. പ്രൈവസി പോകാതെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്ക് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കതിന് ഭംഗിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം മാതൃഭൂമിയും ക്ലബ് FM ചേർന്ന് തന്നു. അപ്പോൾ ആദ്യം നന്ദി ശ്രേയാം സാറിനോടും എന്നെ തിരഞ്ഞെടുക്കാനുണ്ടായിരുന്ന പാനലിലുള്ള എല്ലാവരോടുമാണ്. പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരെ വിട്ടുപോകുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ്. എൻ്റെ സ്പാർക്ക് തിരിച്ചറിഞ്ഞല്ലോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. നമ്മളില്ലാത്തൊരു കാര്യത്തിനെ പറ്റി എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ? അപ്പോഴും ലിമിറ്റ് ചെയ്യല്ലേ നമ്മൾ. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് എന്നെ വഴിതിരിച്ച് വിട്ട എൻ്റെ റേഡിയോ ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയപ്പോൾ ആദ്യം എന്നെ കാണാൻ വന്നതൊരു ലത എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഗോൾഡ് വർക്കറായിരുന്നു ആ ചേച്ചി. അപ്പോൾ 2-ാം ദിവസം തന്നെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ച ജിലേബി, ഒരു 2-3 ജിലേബി പൊതിഞ്ഞു പിടിച്ചിട്ട് എന്നെ കാണാൻ വന്നത്. അപ്പോൾ പറഞ്ഞത് ഇതാണ്: പണിയുടെ ഇടയിൽ എനിക്ക് നിന്നെ കാണണമെന്ന് ഭയങ്കരമായിട്ട് തോന്നി. സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഒന്നും മേടിക്കാൻ പോലെ നേരം കിട്ടിയില്ല മോളെ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ഏറ്റവും വിലമതിക്കുന്നത് ആ ഒരു സമ്മാനമാണ്. ആ ഒരു സമ്മാനം എന്ന് വെച്ചാൽ സമ്മാനം തന്നുകൊണ്ടല്ല, ആ ഒരു മനസ്സാണ്. അപ്പം അങ്ങനെ ഒരുപാട് ഹൃദയങ്ങളിൽ എനിക്ക് സ്ഥാനം പിടിക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല ആ കാര്യം. ഇപ്പോഴും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷത്തിനേക്കാളേറെ നന്ദിയാണ്. എനിക്കത് സാധിച്ചല്ലോ. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എത്ര പേർക്ക് കിട്ടിയാൽ തന്നെ അത് എത്ര പേർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എനിക്കത് ചെയ്യാനുള്ള വഴി കാണിച്ചു തന്ന എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. ഈ ഒരു ലോങ് സ്ട്രെച്ചിൽ കുറേ പേര് വന്നു, കുറേ പേര് പോയി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരിൽ നിന്ന് ഞാൻ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാര്യം പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ റേഡിയോ ജീവിതത്തിൽ നിന്നും വഴി തിരിയുന്നത്. അപ്പോൾ അതിനും എൻ്റെ തട്ടകം മാതൃഭൂമി തന്നെയാണ്. അപ്പോൾ ഇന്നായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോൾസ്, മെസ്സേജസ്, വീട്ടിലെ ഒരു മെമ്പർ മറ്റൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോഴുള്ള വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് പലരും പങ്കുവെക്കണത്. അപ്പോൾ അതെന്നെ എന്താ പറയുക, വല്ലാതെ ഇത്രയ്ക്കൊക്കെ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളത്. താങ്ക് യു. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല. മനസ്സിൽ നിന്ന് സംസാരിച്ചിട്ടേ ശീലമുള്ളൂ. ഏറ്റവും വലിയ നന്ദി ക്ലബ് FMനോടുള്ളത് എനിക്കതിനുള്ള ഫ്രീഡം തന്നു. എന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്കത് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം ക്രിയേറ്റീവായിട്ടും അതേപോലെ തന്നെ ഓപ്പണായിട്ടും ഞാനായിട്ടും ഒക്കെ എനിക്ക് ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ ഐഡൻറ്റിറ്റി വേറെ അല്ല, എൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ് എനിക്ക് കാണിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു റിയൽ പേഴ്സണായിട്ട് മറ്റുള്ളവർക്കും മനസ്സിലായതുകൊണ്ടായിരിക്കാം ഈ സ്നേഹം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാതൃഭൂമിയുടെ തന്നെ മറ്റൊരു പ്രൊജക്റ്റിലുണ്ടാവും. പിന്നെ അതുകൂടാതെ ഇപ്പോൾ മിന്നാമിന്നി കഥകൾ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ പോഡ്കാസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. സ്പോട്ടിഫൈയിലും മാതൃഭൂമി പോഡ്കാസ്റ്റിലും ഉണ്ട്. കൊച്ചു കൂട്ടുകാർക്കുള്ള കഥകളാണ്. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയായിട്ടാണ് അത് വരിക. അപ്പോൾ അത് തുടർന്നും ഉണ്ടാവും. കൊച്ചു കൂട്ടുകാരുടെ അമ്മമാർ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, അച്ഛോ അതിൽ നിന്നും പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇല്ല, അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എനിക്കതാണ് ചെയ്യാൻ അറിയുള്ളൂ ആകെ. അപ്പം അതുകൊണ്ട് അതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് നിങ്ങളായിട്ട് കൂടുതൽ അടുത്ത് സംവദിക്കാൻ പറ്റും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് പേര് വിളിച്ച് വഴക്ക് പറഞ്ഞു.
ഇങ്ങനെ ഹൃദയം പറിച്ചെടുത്തുകൊണ്ട് പോവാമോ, എങ്ങനെയാ നിനക്ക് അതിന് സാധിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇനി ജീവിതത്തിൽ ഒരാളെ എങ്ങനെ സ്നേഹിക്കില്ല എന്ന് എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവരൊക്കെ നമ്മളെ വിട്ടുപോകുമ്പോഴുള്ള വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് അറ്റാച്ച്ഡ് ആവുക അല്ലെങ്കിൽ ഡീ അറ്റാച്ച്ഡ് ആവുക എന്നാണ് എനിക്ക് എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടില്ല. ഞാനപ്പോൾ അതുകൊണ്ട് വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളോട് എനിക്ക് അതന്നെ പറയാനുള്ളത്. ഡീ അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് പരസ്പരം സ്നേഹിക്കാം, മുന്നോട്ട് പോവാം. സോഷ്യൽ മീഡിയയിൽ ഞാനുണ്ടാവും. ഈ സ്നേഹം എനിക്ക് ഇനിയും തുടർന്നും തരണം. നിങ്ങളുടെ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെ ഞാൻ കൂടെ ഉണ്ടാവും. മെസ്സേജുകളിടാം, വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, സങ്കടങ്ങൾ പങ്കുവയ്ക്കാം. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ അതിന് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂട്ടാവാൻ സാധിച്ചതിൽ, നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സങ്കടവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് എന്നെ ക്ഷണിച്ചതിൽ, എന്നെ ട്രസ്റ്റ് ചെയ്തതിൽ ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക്, ഇവിടുത്തെ ക്ലബ് FM-ലെ തൃശ്ശൂർ സ്റ്റേഷനിലെ കൂട്ടുകാർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കുറേ പുലികളുണ്ട് ഇവിടെ. ഞാൻ അവരിൽ നിന്നാണ് ഓരോ ദിവസവും പഠിച്ചത്. മാതൃഭൂമി എന്ന് പറയുന്നൊരു സ്ഥാപനം ഒരുപാട് ലെജൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ഒരു ചെറുതെന്ന് ഞാൻ പറയില്ല, വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിനേക്കാട്ടിലും കുറച്ചുകൂടെ വിസ്താരമുള്ളൊരു സ്ഥലത്തേക്കാണ് ഇനി എൻ്റെ യാത്ര. അപ്പോൾ കൂടുതൽ പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിന് എൻ്റെ നന്ദി. വീണ്ടും കാണാം.